എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രസ്താവന നടത്തിയത്. NSSന് ലഭിച്ച വിധി മറ്റുള്ള മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയെന്ന് മന്ത്രി പറഞ്ഞു. NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുക എന്നതാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഈ കേസ് 2026 ഫെബ്രുവരി മാസം 2-ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് 2026 ഏപ്രിൽ 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അലക്സ് മുഹമ്മദ് വിവരങ്ങളും ചേരുന്നു. അലക്സ്, യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നീക്കത്തിൽ എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ യഥാർത്ഥത്തിൽ തിരിച്ചടിയാണ്. അതിന് കാരണം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സിംഗിൾ എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള താൽക്കാലിക അധ്യാപകരും ഭിന്നശേഷിക്കാരും ഒക്കെ കോടതിയെ സമീപിക്കുകയും 6 ആഴ്ചത്തേക്ക് അതിൽ വാദം കേൾക്കാനൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശിവൻകുട്ടിയുടെ സഭയിലെ പ്രത്യേക പ്രസ്താവന. അലക്സ്, ഹാഷ്മി, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് എം ഈ വിഷയം സർക്കാരിനോട് തന്നെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ അവരും, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളുകൾ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമിച്ചവർക്ക് നിയമനാംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യമാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. ഈ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാടെന്നാണ് ഇന്നിപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശം തേടി. പക്ഷേ അത് NSS മാനേജ്മെന്റുകൾക്ക് മാത്രമാണ് സുപ്രീം കോടതിയുടെ വിധി എന്നാണ് നിയമോപദേശം ലഭിച്ചത്. പക്ഷേ സർക്കാർ മറ്റെല്ലാ മാനേജ്മെന്റുകൾക്കും ഈ വിധി ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ സത്യവാങ്മൂലം, അതായത് സർക്കാരിന്റെ ഹർജി ഈ വരുന്ന ഏപ്രിൽ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചട്ടം 300 പ്രകാരം അവതരിപ്പിച്ച ഈ പ്രത്യേക പ്രസ്താവനയിൽ പറഞ്ഞത്. അതിനർത്ഥം, അതായത് സർക്കാർ നിലപാട് NSSന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ അനുകൂല വിധി അത് മറ്റു മാനേജ്മെന്റുകൾക്കും നൽകണമെന്നുള്ളതാണ് സർക്കാർ നിലപാടെന്ന് വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി. ഒരു അന്തിമ തീരുമാനമല്ല പ്രഖ്യാപിച്ചത്. അലക്സ്, അതിൽ സർക്കാരിന്റെയും മന്ത്രിയുടെയും ആദ്യ പ്രതികരണങ്ങളിൽ ക്രൈസ്തവ സഭ അസ്വസ്ഥരായിരുന്നു. അവർ ഈ ദീപികയിലടക്കം കഠിനമായ വിമർശനങ്ങൾ ആ സമയത്ത് രംഗത്തിറക്കുകയും ചെയ്തു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ പക്ഷേ സംഭവിക്കുന്നത് അത് 6 ആഴ്ച നീളുകയാണ്. 6 ആഴ്ച എന്ന് പറഞ്ഞാൽ നാളെ കുറേ അങ്ങ് പോവും. അപ്പോൾ അത് ഈ നേരത്തെ അലക്സ് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം എന്നത് 6 ആഴ്ച ഒരു വിഘാതമാണ്. അലക്സ്, ഹാഷ്മി, തീർച്ചയായും 2026 ഏപ്രിൽ 14 സുപ്രീം കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇതിലൊരു തീരുമാനമുണ്ടാകും. പക്ഷെ അതുവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കാത്തിരിക്കാൻ ഒരുപക്ഷെ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ നിയമസഭ അവസാനിക്കുന്നതിന് മുമ്പ്, അതായത് ഈ ഇന്നത്തെ സെക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചട്ടം 300 പ്രകാരമുള്ള ഈ പ്രത്യേക പ്രസ്താവന, ഈ സംവരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന, ഈ ഭിന്നശേഷി നിയമന സംവരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇന്ന് മന്ത്രി അവതരിപ്പിച്ചതെന്ന് വേണം കരുതാൻ. മന്ത്രി അതിൽ പറയുന്നത് സുപ്രീം കോടതി വിധി പ്രകാരമായിരിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നടപ്പിലാക്കുക, അതായത് ഈ NSS മാനേജ്മെന്റിൽ ലഭിച്ച അതേ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കും എന്നതാണ്. അത് നടപ്പിലാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. കാശ്മീർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.